ഹലോ ഗൈസ്, ഒരു അടിപൊളി തണുത്ത വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ കുറേ നാളെ വീഡിയോ ചെയ്തിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ഇന്നൊന്ന് ശാന്തമായപ്പോൾ ഒരു വെറൈറ്റി വിൻ്റർ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് വന്നേക്കാം കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ആ ബോർഡ് വായിച്ച് നിൽക്കുന്ന മനുഷ്യനുമുണ്ട്. ഗൗതം ചേട്ടനാട്ടോ ഞാൻ പരിചയപ്പെടുത്തണോ? ഹലോ. ആളുടെ പേര് ഗൗതം എന്നാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു സിറ്റിയിലാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി എവിടെയാണ് വന്നേക്കണേ? നമ്മളിപ്പോൾ ബ്ലൂ മൗണ്ടെയ്ൻസിലാണ്. അപ്പോൾ ഇവിടെ ഒരു വിൻ്റർ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് സ്കീയിങ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ഇപ്പോൾ നൈറ്റാണ്. അപ്പം നമ്മൾ കാര്യങ്ങളൊക്കെ ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നാളെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യാം. അതെ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. പക്ഷെ ആൾ എക്സൈറ്റഡ് അല്ല, കാരണം സെക്കൻഡ് ടൈമാണ്. കഴിഞ്ഞവണ ഒന്ന് ചെയ്തിട്ട് പോയതാണ്. പിന്നെ ഞാൻ ഒന്നും കൂടി എക്സൈറ്റഡ് ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൗതം ബ്രോ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ സ്നോ ഒറിജിനൽ അല്ല, ഇത് ആർട്ടിഫിഷ്യൽ സ്നോ ആണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഈ ടൈമിൽ സ്നോ കുറവാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ടൈം ആയതുകൊണ്ട് ആൾക്കാർ കുറേ വരുന്നുണ്ട്. ഇവർ മെയിൻലി ആർട്ടിഫിഷ്യൽ സ്നോ സെറ്റാക്കിയാണ്. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. ഫുള്ള് ശരിക്കും സ്നോ പോലെ തന്നെ ഇരിക്കും. പക്ഷെ സ്നോ അല്ല, പക്ഷെ തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു വില്ലേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കാണാനായിട്ട് വന്നേക്കാണ്. നൈറ്റ് നല്ല രസമുണ്ട്. പഴയൊരു സിറ്റി പോലെ അവർ സെറ്റ് ചെയ്തെടുത്തേക്കുക. നല്ല രസമാണ്. അപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം അല്ലേ? അതെ, അപ്പം കാണാം. ബൈ ബൈ. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ബ്ലൂ മൗണ്ടൻ വില്ലേജ്. ചെറിയൊരു വില്ലേജ് സെറ്റപ്പാണ്. പിന്നെന്താ പറയുക, ഫുഡ് കഴിച്ചു. എക്സ്പെൻസീവ് ആണ് അല്ലേ? ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷേ വൺ ടൈം വിസിറ്റ് എന്തായാലും വരാം. യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഞങ്ങൾ ഇനി നമുക്ക് ബാക്കിയൊക്കെ നാളത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. നാളെയാണ് സ്കീയിങ് ചെയ്യാൻ പോണേ. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ ബൈ. That goes in your pocket. Okay. Hold the tongue out like this. Step with your foot straight in. Okay. Doing it up from the bottom. Oh, tap your heel on the floor. ഓ ഗൈസ്, ഷൂസൊക്കെ ഇട്ടു, ഹെൽമെറ്റൊക്കെ വെച്ചു. ഇനി നെക്സ്റ്റ് ഞങ്ങൾ എക്യുപ്മെൻറ്റ്സ് സെറ്റാക്കാൻ പോകണം. ബാക്കി സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോകണം. നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. ഭയങ്കര നല്ല സീനാട്ടോ നടക്കല്. ഈ ഷൂസ് ഇട്ടുകൊണ്ട് നടക്കല് നല്ല സീനാണ്. ഒന്നുമില്ല, പോയി ട്രൈ ചെയ്യാം. ഓക്കെ. I was going to help him first. Yeah. You know, when you do them one time, and then I come back and you only see bullets on bullets. Yeah, I'm only looking at boots, right? Okay, awesome. ഗൈസ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. പിന്നെ എൻ്റെ സാധനം ഇപ്പോൾ വരും. അപ്പോൾ അവർ സൈസൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ടാണ് നമുക്ക് തരണേ. അപ്പോൾ പയ്യനകത്ത് പോയിട്ടുണ്ട്. അവൻ മറ്റേ സ്കീ ചെയ്യാനുള്ള സാധനം ഇപ്പോൾ കൊണ്ടുവരും. പിന്നെ ഞാൻ ബിഗിനർ ആയതുകൊണ്ട് 2 കോലൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചെയ്യേണ്ടവരും കേട്ടോ. നമുക്ക് നോക്കാം. കോലൊക്കെ ഉണ്ട്. ഞാൻ നീല എടുക്കുള്ളൂ. ഞാൻ നീലയുടെ ആളാണ്. ഓക്കെ, നീല മതി. എൻ്റെ സാധനം മതി. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. വെയിറ്റ് ഉണ്ട്. സെറ്റ്. നമുക്ക് തുടങ്ങാം. യുദ്ധകളത്തിൽ കാണാം. യെസ്. ഓ ഗൈസ്, മൊത്തം സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടേ. നമ്മുടെ കോല്, ഷൂസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയും സ്കീ ചെയ്യണം. ഞാൻ ജസ്റ്റ് ബിഗിനറാണ്. അപ്പോൾ ബിഗിനർക്ക് പേടിക്കാനൊന്നുമില്ല. ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നമ്മൾ വായിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലതായിരിക്കും. എങ്ങനെയാണ് നമ്മുടെ ഈ സ്കീ
ഷൂസ് ഇടേണ്ടത്, പിന്നെ സ്റ്റിക്ക് യൂസ് ചെയ്യേണ്ടത്, സ്റ്റോപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും ബാക്കി കലാപരിപാടികൾ നമുക്ക് ഗ്രൗണ്ടിൽ കാണാം, അല്ല സ്നോ ഗ്രൗണ്ടിൽ കാണാം. അപ്പോൾ പോയി തകർത്തിട്ട് വരാം. ഓക്കെ, ഇതേ ഗൗതം ബ്രോ അവിടെ എല്ലാം സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് വേണ്ടിട്ടാണ്. അതിൻ്റെ ബാക്കിൽ കാണുന്ന ബോർഡില്ലേ, ആ ബോർഡൊന്ന് ഫോളോ ചെയ്താൽ മതി. ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ സ്റ്റെപ്പുകളായിട്ട് വെച്ചിട്ടുണ്ട്. സ്പീഡ് കൂടി സീനില്ല, വീഡിയോ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഓ ഗൈസ്, ഞാനപ്പോൾ ഇങ്ങനെ മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫസ്റ്റായിട്ട് സ്കീ ചെയ്യാൻ പോകണം, ഹൈറ്റിൽ നിന്ന് സ്കീ ചെയ്യാൻ പോവാണേ. എന്താണെന്ന് അറിയില്ല, ദയവേ വീഡിയോ ആയിരിക്കും, സീനൊന്നുമില്ല. എങ്ങനെയൊക്കെയല്ലേ പഠിക്കണേ. ഓക്കെ, പ്രോയാണോ? അയ്യോ ഓഹോയ്, യെസ്. ആ ബൈ പോട്ടെ. ഓ ഗൈസ്, നമ്മള് കാണാനത്രയും സിമ്പിളല്ല കേട്ടോ പരിപാടി. കാരണം നല്ല റിസ്ക്കുമാണ്, കുറേ പേര് വീഴുന്നുണ്ട്. അത് പിന്നെ മുങ്ങുമ്പോഴല്ലേ നമ്മൾ നീന്തൽ പഠിക്കണം. അതുപോലെ ട്രൈ ചെയ്യുമ്പോൾ കിട്ടും. തുടക്കമൊക്കെ ഞാൻ കുറേ പ്രാവശ്യം വീണു, ഇപ്പം വീഴാണ്ട് അടിയിലോട്ട് എത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും ഈ ആക്ടിവിറ്റി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, അടിപൊളിയാണ്. വിൻ്റർ ആക്ടിവിറ്റീസ് കുറച്ചൊക്കെ ട്രൈ ചെയ്യണം, നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്, കാരണം കാലൊക്കെ ഭയങ്കര വേനായി, ഷൂസ് ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ ഗൗതം ബ്രോ ഇവിടെ ഉണ്ട്. ആളിപ്പോൾ കോലൊക്കെ ഇല്ലാണ്ടാട്ടാ തന്നെയൊക്കെ സ്കീ ചെയ്ത് വരാണ്. എന്താന്ന് നോക്കിയേ. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഫണ്ണാണ്, അടിപൊളി ഫണ്ണാണ്, നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ ബൈ. എങ്ങനെയുണ്ട് പരിപാടി? നമ്മൾ എത്ര പ്രാവശ്യം ചെയ്ത് എണ്ണിയോ? എണ്ണാൻ പറ്റില്ല. കേറ ഇറങ്ങുക, പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. അതെ സാധനമൊക്കെ, അതെ സാധനമൊക്കെ ഊരി ഇവിടെ വെച്ച്, സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഒന്നും കൂടി. അതെ, എൻ്റെ 3ാമത്തെ പ്രാവശ്യമാണ്. 2 പ്രാവശ്യവും വീണു. ഈ പ്രാവശ്യമെങ്കിലും ഒന്നിപ്പഴിച്ച 3 അപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും സെറ്റാണെന്ന് വിചാരിക്കണം. ഈ പ്രാവശ്യം വീഴുന്നല്ലേ? അല്ല, ഈ പ്രാവശ്യം വീഴും. ഇത് സീരാ. ഇവിടെ നിന്ന് ഒരു ഹാഫ് കയറ്റ് ആണ്, അപ്പോൾ അടി വരെ പോകണം. അപ്പോൾ അടുത്ത ഡാനി. ഇല്ല ഞാൻ ഇപ്പോൾ പോവില്ല. എനിക്ക് മടിയാ. പോടാ, സത്യം പറഞ്ഞ പേടിയാണ് ഒന്നാമത്തെ കാര്യം. പോ കേട്ടോ. എന്താണ് ഈ കുതിര ഇങ്ങനെ വട്ടം കിടക്കുന്നത്? ഇനി ഇതിനെ കുതിരവട്ടത്തുനിന്ന് കൊണ്ടുവന്നതാണോ? പുരുഷ എന്നെ അനുഗ്രഹിക്കണം. ഓ ഗൈസ്, ആദ്യമൊക്കെ കോലൊക്കെ വെച്ച് സ്റ്റിക്കൊക്കെ വെച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നാട്ടത്. ഇപ്പോൾ പിന്നെ ഇച്ചിരി ഡെവലപ്മെൻ്റ് ഉണ്ട്. കണ്ട തന്നെ പോകണണ്ട ഇപ്പോൾ നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല പേടിയായിരുന്നു ആദ്യം വന്നപ്പോൾ. ഇപ്പോൾ അടിപൊളിയായി. ഇപ്പോൾ തന്നെ പോയിക്കൊണ്ടിരിക്കുക. ബാക്കിൽ ഗൗതം ബ്രോ ഉണ്ട്. അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ. മസ്റ്റായിട്ടൊന്ന്
ട്രൈ ചെയ്യേണ്ട സംഭവമാണ്. തുടക്കം കുറേ പ്രാവശ്യമൊക്കെ വീഴും, പിന്നെ സെറ്റാണ്. ഇപ്പം തന്നെ വീട്ടിൽ അടിയിലെത്തറയി. അടിപൊളി സംഭവം കൊള്ളാം. ഗോതമ്പ്ര ബാക്കിൽ ഉണ്ടാവും. ഒരു മിനിറ്റ്, ഗോതമ്പ്രയ്ക്ക് വേണ്ടി പറ്റി ചേട്ടാ. ഗോതമ്പേട്ടൻ ബാക്കിലുണ്ട്. ഫോണൊക്കെ പിടിച്ചോണ്ടോ ഉണ്ട്. അടിപൊളി. ഇങ്ങടാ. യെസ്, കൊള്ളാലേ? അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാല് പേടിച്ച് നിൽക്കരുത് അല്ലേ? പേടിച്ച് നിൽക്കരുത്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ആൾ എന്നെ കൊണ്ട് മേളിലോട്ട് പോയി. പിന്നെ മേളിൽ നിന്ന് പയ്യെ വീണ് പഠിച്ച് പിന്നെ അവസാനം പറഞ്ഞ കോല് മാറ്റാൻ പറഞ്ഞ് ഇപ്പൊ കോല് മാറ്റി. ഇപ്പൊ അടിപൊളി അല്ലേ? സത്യം പറഞ്ഞ ഇപ്പൊ ഭയങ്കര ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാം. അപ്പൊ എന്തായാലും ഞങ്ങള് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കാണ്. 9 മണി വരെ ഉള്ളൂ. അപ്പൊ മാക്സിമം ചെയ്യാണ്. അത് കഴിഞ്ഞ് ഇവിടുത്തെ പ്രൈസും എപ്പോഴാണ് ഓപ്പണിങ് ക്ലോസിങ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, ബൈ. ഓഹോ ഗോതമ്പ്രനെ കിട്ടും. ബാക്കിലുണ്ടോ? അപ്പൊ ഗൈസ് ഭയങ്കര ആയിട്ട് എൻജോയ് ചെയ്തിട്ടല്ലേ? അടിപൊളിയായിരുന്നു കേട്ടോ. ഫുൾ ഫൺ, നൈസായിരുന്നു. അപ്പൊ അതെ, ചത്ത് അവസാനം ഇപ്പൊ ഡെഡായി. കാരണം രാവിലെ ഒരു റാപ്പ് കഴിച്ചിട്ട് നിന്നതാ. 8 മണിക്കൂർ കണ്ടിന്യൂസ് സ്കീ ചെയ്തു. അപ്പൊ ഭയങ്കരമായിട്ട് അവശതയായി പോയി. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 9 to 9 ആണ്. രാവിലെ 9 മണി തൊട്ട് 9 മണി വരെയാണ്. പിന്നെ $150 അടുത്ത് അല്ലേ? അറൗണ്ട് $150 പാസ് പ്ലസ് നമ്മൾ ലോക്കർ എടുക്കണം. ലോക്കർ $13. അപ്പൊ അവിടെ എല്ലാം കൂടി ഒരു $170 ഫുള്ള് നിൽക്കും. പക്ഷെ എന്തായാലും വേർത്താണ്. കാരണം അടിപൊളി, ഫുൾ ഫൺ. ഒരു ചെറിയൊരു സ്പോട്ട് മാത്രമാണ് സ്കൈങ്ങിന് വേണ്ടി ഓപ്പൺ ആയിരുന്നുള്ളൂ. പക്ഷെ അത് ഇന്ന് കുറച്ച് ഫോഗി ആ ഒരു ക്ലൈമറ്റ് മൂഡ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ ഏരിയാസും ഹിൽ ഏരിയാസും ഒക്കെ ഓപ്പൺ ആയിരുന്നു ആക്ച്വലി. ആ പ്രൈസും കൂടെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു ഈ പാക്കേജ് ആക്ച്വലി. പക്ഷെ ഇത് അങ്ങനെ ഈ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് മാത്രമാണ് നമുക്കത് മാത്രം ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അടിപൊളിയാണ്, മൊത്തം നൈസാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വന്ന് സ്റ്റേ ചെയ്യാം. കാരണം ഇഷ്ടംപോലെ റിസോർട്ടുകൾ ചുറ്റുമുണ്ട്, പൂളുണ്ട്, കാര്യങ്ങളുണ്ട്. നൈറ്റ് ലൈഫ് അടിപൊളിയാണ്, നല്ല രസമാണ്. പിന്നെ ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞു ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. എല്ലാ സംഭവങ്ങളും ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. ഒരു ബർഗർ കഴിച്ചായിരുന്നു. അറൗണ്ട് 2 പേർക്കും കൂടി $33 ആയി. അത് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ? എല്ലാം എക്സ്പെൻസ് ആണ്. പക്ഷെ അടിപൊളി. അപ്പൊ എന്തായാലും നിങ്ങൾ വന്ന് മസ്റ്റായിട്ട് ഒരു തവണയെങ്കിലും ഫ്രണ്ട്സോ ഫാമിലിയോ ആയിട്ട് വന്ന് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് പോവാ. ഫുള്ള് സ്ട്രെസ്സൊക്കെ നമുക്ക് തീർക്കാം. നൈസായിരുന്നു. അപ്പൊ അടുത്തൊരു നെക്സ്റ്റ് വീഡിയോ നമുക്ക് വൈകാണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ബൈ. See you. Thank you.